ഏതാണ്ട് 3 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന നർമ്മദാ പരിക്രമണം അത് അങ്ങ് നടത്തിയിരിക്കുന്നു. എന്താണ് ഇതുകൊണ്ടുണ്ടായ ഗുണം? എന്താണ് അനുഭവങ്ങൾ? ഈ നർമ്മദാ നദിയെ മാത്രമേ പരിക്രമണം ചെയ്യാറുള്ളൂ. വേറൊരു നദിയും ഭാരതത്തിലെ കണ്ട് മുഴുവനായിട്ട് പരിക്രമണം ചെയ്യുന്നില്ല. ഏകദേശം ഒരു 3500 കിലോമീറ്ററോളം യാത്രയുണ്ട്. ഇതിനകത്ത് നടന്നുകൊണ്ടുള്ള യാത്ര വരും. ഈ നർമ്മദാ പരിക്രമണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നർമ്മദാ നദിയെ മുഴുവനായിട്ട് പ്രദക്ഷിണം ചെയ്യലാണ്. ആ പ്രദക്ഷിണം ചെയ്ത് വരുമ്പോൾ അതിലേറ്റവും ആദ്യം പറയുന്നത് നമ്മുടെ അഹങ്കാരം ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അഹങ്കാരം ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ നമ്മുടെ കുറേ ആത്മീയമായ കാര്യങ്ങൾ, നമ്മുടെ ഗുണങ്ങളായത് ക്ഷമ പഠിക്കുക, മറ്റുള്ളവരോട് വെറുപ്പുണ്ടാകാതിരിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, നദിയെ സ്നേഹിക്കുക, നദിയെ ബഹുമാനിക്കുക, പർവ്വതത്തെ സ്നേഹിക്കുക, പർവ്വതത്തെ ബഹുമാനിക്കുക, വൃക്ഷങ്ങളെ സ്നേഹിക്കുക, മറ്റു ജീവജാലങ്ങളെ, പശുക്കളെ സ്നേഹിക്കുക, മറ്റു എല്ലാ ജീവജാലങ്ങളെയും എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക. അപ്പോൾ ഇതിൽ കൂടി സ്നേഹിച്ച് വരുമ്പോൾ എന്ത് പറ്റും വെച്ചാൽ ഈ നദി നമ്മളെ സ്നേഹിക്കും. നദിയെ സ്നേഹിച്ച് നമ്മളങ്ങനെ ചെയ്യുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ നദി നമ്മളെ നന്നായിട്ട് സ്നേഹിക്കേണ്ടത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ നദിയുടെ അരികത്ത് കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ 10, 20, 30 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ നദിയിലെ ജലമാണ് നമ്മൾ ഇത്രയും കുടിച്ചുകൊണ്ടിരുന്നത്, അതിൽ നിന്നുള്ള ഭക്ഷണം തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്, അതിൽ തന്നെയാണ് സ്നാനം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ജലവും ഈ നദിയിലുള്ള ശരീരത്തിലുള്ള ജലത്തിൻ്റെ 70% ഈ നദിയിൽ നിന്ന് തന്നെ വന്നേക്കാണ്. അപ്പോൾ ആ നദി തന്നെയാണ് നമ്മുടെ കൂടി ഒഴുകണേന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മളതിനുള്ള ചിന്തകൾ ഓട്ടോമാറ്റിക്കലി നദിയിലേക്ക് എത്തണേണ്. നദിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള നല്ലതും ചീത്തയൊക്കെ അവിടെ എത്തും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ചീത്ത ചിന്തകളൊക്കെ മാറിപ്പോവും. നല്ല ചിന്തകളെ പാടുള്ളൂ എന്ന് മനസ്സിലാവും. നല്ല ചിന്തകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല ആളുകളായിട്ടുള്ള അടുപ്പങ്ങൾ വരും. നല്ല കാര്യങ്ങൾ പലതും പഠിക്കാൻ പറ്റും. സദ്ഗുണങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നർമ്മദാ പരിക്രമണത്തിൽ കിട്ടുന്നത്. ഇത് കൂടാതെ ധാരാളം സന്ത് മഹാത്മാക്കളെ പരിചയപ്പെടാനും അവരുടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരനുഗ്രഹങ്ങൾ ലഭിക്കും. അവർ വന്ന് കൈ കൊടിച്ച് അങ്ങനെ അനുഗ്രഹിക്കണമെന്നൊന്നുമില്ല. അവരുടെയൊക്കെ പോയിരുന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അവരെ ചുറ്റും ഒരു പ്രഭാവലയുണ്ട്. അതിൽ നിന്ന് ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കിട്ടും. പക്ഷെ അങ്ങനെ പോണ സമയത്ത് നമ്മൾ പൂർണ്ണ സമർപ്പണത്തോടു കൂടി പോകണം. വെറുതെ അവിടെ പോയിരുന്നാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടുമൊന്നുമില്ല. അവിടെ പോയിരുന്ന് ഭക്തി ബഹുമാനത്തോടു കൂടി വിശ്വാസത്തോടു കൂടി പോയാൽ ഈ പറഞ്ഞ പോലെ ഗുണങ്ങളെല്ലാം കിട്ടും. ഈ നർമ്മദാ പരിക്രമണം എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പോൾ പൊതുവായിട്ട് ആൾക്കാരിലേക്കൊക്കെ എത്തുമ്പോൾ അവർക്കും ഒരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഇതിലേക്കുള്ള ഒരു തോട്ട് വരുന്നത്, എങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്? ഈ നർമ്മദാ പരിക്രമണം തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രാർത്ഥനകളോ എന്തെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് എന്നുള്ളതൊക്കെ ഒരു സംശയം ഉണ്ടാകുമല്ലോ. ഉണ്ട്. അത് ഞാൻ നർമ്മദാ പരിക്രമണം ചെയ്യണതിന് മുമ്പ് നർമ്മദാ പരിക്രമണം ചെയ്ത ആളുകളായിട്ടൊന്നും കാര്യമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ആത്മീയമായിട്ട് നർമ്മദാ പരിക്രമണം ചെയ്തിട്ട് ഒട്ടും ബന്ധമുണ്ടായിരുന്നില്ല. പക്ഷേ നർമ്മദാ പരിക്രമണം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതിന് വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആയിരിക്കണം. ശരീരത്തിലുപരി മനസ്സുകൊണ്ടായിരിക്കണം, എന്നാലേ ഇത് വരുള്ളൂ. പിന്നെ ഇത് പരിക്രമണം ചെയ്യണമെങ്കിൽ നർമ്മദാ നദി നമ്മളെ വിളിക്കണം, നമ്മുടെ മനസ്സിൽ വിളിക്കും, അപ്പോഴേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോകും, ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ എന്നിട്ട് പോരേണ്ടി വരും. അത് മുഴുവൻ തീരണമെന്നില്ല. അങ്ങേക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ അങ്ങനെയുള്ളവരുമായിട്ടൊന്നും സംസർഗം ഉണ്ടായിരുന്നില്ല, പക്ഷേ അങ്ങേക്ക് തോന്നി എനിക്കിത് ചെയ്യണമെന്ന്. അതെങ്ങനെയാണ് ആ തോട്ട് വന്നത്? ഇവിടെ നർമ്മദാ തീരത്ത് ദക്ഷിണ ഭാഗത്ത് ശ്രീ ബജരംഗദാസ് കുടി എന്ന് പറഞ്ഞൊരു ആശ്രമമുണ്ട്. ഞാൻ അവിടുത്തെ ഒരു ഡിവോട്ടിയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി താമസിക്കാറുണ്ട്. അപ്പോൾ ഈ നർമ്മദാ പരിക്രമണം ചെയ്യുന്ന ആളുകൾ അവിടെ വന്ന് താമസിക്കാറുണ്ട്. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ കണ്ടിട്ടാണ് എനിക്ക് അവരിൽ നിന്നാണ് ഇത് കുറച്ചൊക്കെ മനസ്സിലായത്. ഇങ്ങനെ നർമ്മദാ പരിക്രമം എങ്ങനെയുണ്ട്, 3-4 മാസം കൊടുക്കും, ഇങ്ങനെ പോലുണ്ട് എന്നൊക്കെ ഒരു ഏകദേശം ഒരു രൂപ കിട്ടി. പക്ഷേ ഈ ചില ആളുകൾ ഇതിന് പോകുന്നത് അവർക്ക് എന്തെങ്കിലും നേർച്ചകളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും കാര്യം നടക്കാണ്ട് വരുമ്പോൾ പ്രാർത്ഥിച്ച് അത് നടന്നതിന് ശേഷം പോകുന്ന ആളുകളുണ്ട്. ചിലവർ നടക്കാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. നേട്ടങ്ങളൊന്നുമല്ല. അപ്പോൾ അവർക്കായിരിക്കും സിദ്ധികളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പണ്ട് ഋഷീശ്വരന്മാരൊക്കെ ഇവിടെ വന്ന് തപസ് ചെയ്തിരുന്നതും നർമ്മദാ പരിക്രമണം ആരംഭിച്ചത് മാർക്കണ്ഡേയ ഋഷിയാണ്.
ഈ മാർക്കണ്ഡേയ ഋഷിയാണ് ഈ നർമ്മദയുടെ മഹാത്മ്യങ്ങളെക്കുറിച്ചൊക്കെ യുധിഷ്ഠിരന് വർണ്ണിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു സ്കന്ദപുരാണത്തിൽ രേവാഖണ്ഡം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിനകത്ത് പറയുന്നത് ആ മാർക്കണ്ഡേയ മുനി പറഞ്ഞു കൊടുക്കണതാണ്. ഓരോ ദേവതകളുടെയും അവിടെ ഘാട്ടുകളുണ്ട്, അമ്പലങ്ങളുണ്ട്. കൃഷ്ണൻ്റെ ഈ പറഞ്ഞ പോലെ വിഷ്ണുവിൻ്റെയും ശിവൻ്റെ അമ്പലങ്ങളാണ് കൂടുതൽ. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെ കുറച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കിതിനെ ഒരു അട്രാക്ഷൻ, ഒരു ഇത് തോന്നിയത്, ഒന്ന് ചെയ്യാമെന്ന്. പക്ഷെ അത് മനസ്സിലത് ഉറപ്പിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങോട്ട് കടന്നൊരു വിളിയായിരുന്നു അവിടെ. പിന്നെ ഇതിന് പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എല്ലാവരും പെർമിഷൻ ചെയ്യണം. പെർമിഷൻ ഒന്നും ഇല്ലാണ്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പകുതി ഇട്ടിട്ട് പോരും. ഭാഗ്യത്തിന് ഇപ്പോൾ എല്ലാവരും സമ്മതിച്ചു. 4 മാസം മാറി നിൽക്കണമല്ലോ, അത് ചില്ലറ കാര്യമല്ലല്ലോ. അപ്പോൾ അതിനുള്ളൊരു സമ്മതമൊക്കെ കിട്ടി. പിന്നെ പോയതൊന്നും അറിഞ്ഞില്ല, പോയതും വന്നതൊന്നും അറിഞ്ഞില്ല. ഈ യാത്ര ദുർഘടം പിടിച്ചതായിരുന്നു? ദുർഘടമാണ്, പക്ഷെ യാത്ര കഴിഞ്ഞ് വന്ന് നമ്മൾ നോക്കുമ്പോൾ ദുർഘടമായിട്ടൊന്നും തോന്നില്ല. വലിയ വലിയ കയറ്റങ്ങളുണ്ട്, ഭയങ്കര കാടുകളുണ്ട്, ഡാമിൻ്റെ സൈഡിൽ കൂടി പോകണം. യാത്രയിൽ ചിലപ്പോൾ വനത്തിലൊക്കെ പെട്ടുപോയ ബുദ്ധിമുട്ടുകളുണ്ട്, ചെളിയിലൊക്കെ വീണാൽ അറിയില്ല. പക്ഷേ നമ്മൾ പൂർണ്ണമായി നർമ്മദാ നദിയെ എല്ലാവരും മയ്യ എന്ന് വിളിക്കണം, മയ്യോട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുർഘടങ്ങളും വരില്ല, പേടിയും വരില്ല, ഒന്നും വരില്ല. നമുക്ക് എന്നുവെച്ചാൽ നമ്മുടെ മയ്യാണ് നമ്മളെ കൊണ്ടുപോകണമെന്ന് നമുക്ക് ആ ഒരു വിശ്വാസം വരും. സമർപ്പണം വേണം, അവിടെയും പറഞ്ഞ പോലെ ഭക്തിയും വേണം, വിശ്വാസം വേണം, പൂർണ്ണ വിശ്വാസം വേണം. കുറച്ച് വിശ്വാസമായിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും. ഞാൻ ആദ്യം ചോദിച്ചിരുന്നു, ഇത് നടത്തുന്നതിന് മുമ്പ് ഈ ഒരു തോട്ട് വന്നു, നമ്മൾ ഇതിനു വേണ്ടി പുറപ്പെടുകയാണ്, അങ്ങ് പറഞ്ഞു എല്ലാവരുടെയും അനുവാദം ഉണ്ടെങ്കിലേ നമുക്കത് പോകാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അനുവാദം മാത്രമല്ലാതെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടോ അങ്ങനെ ആചാരപരമായി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മൾ തുടങ്ങുന്ന സമയത്ത് കന്യാഭോജനം ചെയ്യണം എന്ന് പറയും. തുടങ്ങുന്ന സമയത്ത് നർമ്മദാ നദിയുടെ ഏറ്റവും വലിയ കാര്യം അവിടുത്തെ അനുഷ്ഠാനങ്ങളിലൊന്നും കന്യാഭോജനം ചെയ്യണം. ചെറിയ കുട്ടികൾക്ക്, ചെറിയ പെൺകുട്ടികൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, അവരെ കാല് തൊട്ട് വന്ദിക്കുക. അതായത് നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ട്. സ്ത്രീകളെ ബഹുമാനം എന്ന് പറയുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ സംസ്കാരമാണതേ. അപ്പോൾ അവരാദ്യം ബഹുമാനിച്ചിട്ട് ഈ പെർമിഷൻ മേടിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. കന്യാഭോജനത്തിന് ശേഷം തുടങ്ങുള്ളൂ എല്ലാവരും. അതുപോലെ തന്നെ പൂർണ്ണമായ പരിക്രമം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും കന്യാഭോജനം കൊടുക്കും. പക്ഷെ എന്താ, കന്യകയായിട്ടാണ് നർമ്മദാ നദിയെ കാണുന്നത്, ബ്രഹ്മചാരിണിയാണ്. അപ്പോൾ അത് ആണ് ഏറ്റവും വലിയ ആചാരം. പിന്നെ ബാക്കി നമ്മൾ രാവിലെ 6 മണിക്ക് ശേഷം സൂര്യ ഉദിച്ചതിന് ശേഷം നടന്നു തുടങ്ങുള്ളൂ, സൂര്യൻ അസ്തമിച്ചതിന് മുമ്പ് കയറും. അങ്ങനെയുള്ള ആചാരം. അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു പോകുന്ന രീതി എങ്ങനെയായിരിക്കും? ഇവിടെ നിന്ന് എങ്ങനെ പോയി അവിടെ എത്താം, അവിടെ നിന്ന് എങ്ങനെ തുടങ്ങി എങ്ങനെ അത് അവസാനിപ്പിച്ച് തിരിച്ചു വരാം എന്ന് പറയാം. ഇവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങളുടെ ആശ്രമത്തിൽ നിന്നാണ് തുടങ്ങിയത്. ആശ്രമത്തിൽ തുടങ്ങും, ഓരോ ദിവസവും രാവിലെ നടന്നു തുടങ്ങി കഴിയുമ്പോൾ അടുത്തത് അതായത് ആ ഭാഗത്തുള്ള പറഞ്ഞ ആശ്രമത്തിലേക്ക് നമ്മൾ പോവുക. ആശ്രമത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം നമുക്കിതിപ്പോൾ. ചിലവർ ഓംകാരേശ്വരം തുടങ്ങും, ചിലവർ അമർകണ്ടകിൽ തുടങ്ങും. ഇപ്പോൾ ഇവിടുന്ന് പോണ ഒരാളാണെങ്കിൽ അവർ ഓംകാരേശ്വറിൽ പോവുക. അവർക്ക് ഏറ്റവും ഇവിടുന്ന് പോയി എവിടെ ഇറങ്ങി ഇവിടുന്ന് കണ്ട്വ എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡോർ ഉണ്ട്. ഇൻഡോറിൽ വേണമെങ്കിൽ ഈ ഓംകാരേശ്വറിലേക്ക് വരാം. എന്നിട്ട് ഓംകാരേശ്വറിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി കഴിയുമ്പോൾ അവിടെ പല ആശ്രമങ്ങളുണ്ട്. ആശ്രമങ്ങളിലൊക്കെ താമസിക്കാനുള്ള സൗകര്യം കിട്ടും പരിക്രമവാസികൾക്ക്. അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടും, താമസിക്കാനുള്ള സൗകര്യങ്ങളിലും കാശൊന്നും വേണ്ട, നടക്കാനുള്ള ഇത് മാത്രം മതി. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ നടന്നു തുടങ്ങും. അപ്പോൾ വഴിയൊക്കെ നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നോളും, ഡയറക്ഷൻ പറഞ്ഞു തന്നോളും. അവിടെ നിന്ന് നടന്ന് പോകുമ്പോൾ നമുക്ക് വഴിയിൽ ഭക്ഷണമോ കാര്യങ്ങളൊക്കെ അതൊക്കെ വന്നോളും, സ്വമതയെ അത് വന്നോളും. പിന്നെ അടുത്ത സ്ഥലം വരുമ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ തങ്ങണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ തങ്ങാം, അല്ല അവിടെ വീണ്ടും നടക്കണമെന്ന് തോന്നി നടക്കാം. നമ്മുടെ ഇതനുസരിച്ചിരിക്കും, ആരോഗ്യം അനുസരിച്ച്. ചില ആളുകൾ ഡെയിലി 20 കിലോമീറ്റർ നടക്കുന്നവരുണ്ട്, ചിലർ 10 കിലോമീറ്റർ എടുക്കുള്ളൂ, 50 കിലോമീറ്റർ നടക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ആരോഗ്യം അനുസരിച്ച് അവരുടെ എത്ര ദിവസം കൊണ്ട് തീർക്കണം എന്നനുസരിച്ച് വിധത്തിലായിരിക്കും അവർ പോണത്. ചില ആളുകളെല്ലാം അവിടെ പോയി ഓരോ ഘാട്ടിലും കണ്ട് അവിടെ സ്നാനം ചെയ്ത് അവിടെ നോക്കി അവിടെയുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പം അങ്ങനെ പോകുമ്പോഴാണ് അതിന് മഹത്വം ഏറണത്. ചിലവേറിയതാണോ ഈ യാത്ര? യാത്രയ്ക്ക് ഒരു ചിലവുമില്ല.
പൈസ ഇല്ലാണ്ട് തന്നെ പോകണം, പൈസ ഇല്ലാണ്ട് തന്നെ പോകണം എന്നാണ് പറയുന്നത്. എന്നാലും ഞാനൊരു 1500 രൂപ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കാരണവശാൽ വയ്യാണ്ട് വന്ന് തിരിച്ചു വരേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് കയ്യിൽ വെച്ചതാണ്. വേറെ ചിലവൊന്നും വരില്ല. അത് ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെ ആളുകളൊക്കെ ദക്ഷിണ തരും, നമുക്ക് ദക്ഷിണ തരും. അപ്പോൾ ദക്ഷിണ തരുന്നത് അടുത്ത ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നിടത്തോ നമ്മൾ അവിടെ ഇടും, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. അങ്ങനെ പോകുന്നത്. ഈ യാത്രയിലുടനീളം ഘാട്ടുകൾ കാണാമല്ലോ, അതെങ്ങനെ വർണ്ണിക്കാൻ കഴിയും? ഇത്ര മനോഹരമാണത്. മനോഹരമായ കുറേ ഘാട്ടുകളുണ്ട്. അത് അവിടെ ഉള്ളതിൽ ഏറ്റവും മനോഹരം എന്ന് പറയുന്നത് മഹേശ്വർ ഘാട്ട്. മഹേശ്വറിൽ തന്നെ 2 ഘാട്ടുണ്ട്, പഴയ ഘാട്ടുമുണ്ട് പുതിയ ഘാട്ടുണ്ട്. പിന്നെ ജബൽപൂരിലൊരു ഘാട്ടുണ്ട്, ഗൗരി ഘാട്ട്. ഇവിടെയൊക്കെ ഭയങ്കരമായ ആരതിയൊക്കെ ഭയങ്കര ഭംഗിയാണ് അവിടെ. പിന്നെ പ്രശസ്തമായ ഘാട്ടുകളുണ്ട്, തിൽവാര ഘാട്ടുണ്ട്. അതൊക്കെ പ്രശസ്തമായ, ഗാന്ധിയൊക്കെ ചിതാഭസ്മമൊക്കെ അവിടെ ആ ഭാഗത്താണ് ചെയ്യുന്നത്. പിന്നെ ഓംകാരേശ്വറിൽ 3 ഘാട്ടുണ്ട് അവിടെ. പിന്നെ ചെറിയ ചെറിയ ഘാട്ടുകളായിട്ട് ധാരാളമുണ്ട്. അമർകണ്ടക്കിലുണ്ട്, എല്ലായിടത്തും ഘാട്ടുകളുണ്ട് അവിടെ, എല്ലായിടത്തും ഘാട്ടുകളുണ്ട്. അപ്പോൾ പുതിയ ഘാട്ടുകൾ ധാരാളം വരുന്നുമുണ്ട്. ഇനി ഘാട്ടുകളില്ലാത്ത സ്ഥലമുണ്ട്, അവിടെ അതിലും ഇവിടെ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ അവിടെ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ അവിടുത്തെ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ് കാണും. അകത്തേക്ക് ചെല്ലും തോറും ടൗണിലും പട്ടണത്തിലേക്ക് ആകുമ്പോൾ വെള്ളത്തിലേക്ക് കുറച്ച് ആളുകൾ കൂടുതൽ വരുന്നതുകൊണ്ട് മാലകളും അഴുക്കുകളും ഒക്കെ കുറച്ചൊക്കെ കാണും. പക്ഷെ അകത്തേക്ക് ചെല്ലും തോറും അതിൻ്റെ ഭംഗി വ്യത്യാസമുണ്ട്. അവിടെ നോക്കി വെള്ളമൊക്കെ താഴെയുള്ള ചെടികൾ വരെ നമുക്ക് കാണാൻ പറ്റും. അത്രയും തെളിഞ്ഞ വെള്ളമാണ്. ഞങ്ങളൊക്കെ വെള്ളം എന്ന് പറഞ്ഞാൽ നേരെ എടുത്ത് കുടിക്കാനാണ് നമ്മൾ അവിടെ നിന്ന്. ആ വെള്ളം തന്നെ എടുത്ത് കുടിക്കും. അപ്പുറത്തുനിന്ന് ചിലപ്പോൾ ഒരു പശു വെള്ളം കുടിക്കാനുണ്ടാവും, അല്ലെങ്കിൽ വേറെ ആൾ അപ്പുറത്ത് കുളിക്കാനുണ്ടാവും. പക്ഷെ ഒന്നും തോന്നില്ല അവിടെ ചെല്ലുമ്പോൾ. ആ ഒരു ഫീലിംഗ് ഉണ്ടാവും അവിടെ. ഈ പരിക്രമണം നടത്തി വന്നപ്പോൾ അങ്ങേക്കുണ്ടായ ഒരു ആത്മീയമായ ഒരു ഉണർവുണ്ടായി എന്ന് പറയാൻ കഴിയുമോ? എങ്ങനെയാണ് അത് ഫീൽ ചെയ്തത്? കാരണം ഈ പരിക്രമണം തുടങ്ങുന്നതിന് മുമ്പുള്ള അങ്ങും പരിക്രമണം നടത്തി വന്നതിന് ശേഷമുള്ള അങ്ങും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ നമ്മളിവിടെ നിന്ന് പോണ സമയത്ത് പരിക്രമണം ചെയ്യണം എന്നുള്ള ഒരു തീർക്കണം എന്ന് മാത്രമായിരുന്നു. പരിക്രമണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ ശേഷമാണ് എനിക്ക് എഴുതണം എന്ന് തോന്നി അതിനെക്കുറിച്ച്. ആ എഴുതി വന്നപ്പോഴാണ് ഞാൻ ഒരു പുസ്തകം എഴുതി, നർമ്മദേഹാർ എന്ന് പറഞ്ഞിട്ട് മനോരമ ബുക്സ് പബ്ലിഷ് ചെയ്തു. ആദ്യത്തെ പുസ്തകമാണെന്നാണ് പറയണത് ഈ നർമ്മദയെക്കുറിച്ചുള്ളത്. അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് എഴുതുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇതിൻ്റെ ആത്മീയ അനുഭവങ്ങൾ വരണത്. അവിടെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ നദിയോടുള്ള ബഹുമാനം, പർവ്വതങ്ങളോടുള്ള, വൃക്ഷങ്ങളോടുള്ള, മനുഷ്യനോടുള്ള, പ്രകൃതിയോടുള്ളത്, പഞ്ചഭൂതങ്ങളോടുള്ള അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കുറേയൊക്കെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വീണ്ടും പുസ്തകം വായിക്കുമ്പോൾ അയ്യോ പലതും എഴുതാൻ ഇനി കിടപ്പുണ്ടല്ലോ എന്ന് ഓർക്കണത്. അപ്പോൾ ഇനി അടുത്ത ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ, നർമ്മദാമയി അനുഗ്രഹിക്കുകയാണെങ്കിൽ വീണ്ടും ഒന്നുകൂടി പോയിട്ട് നല്ല രീതിയിൽ അങ്ങനെ വീണ്ടും ഒരു പരിക്രമണം ചെയ്ത് അത് നമ്മുടെ ഭക്തരിലേക്കൊക്കെ എത്തിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ എന്നാലേ ആളുകൾക്ക് അറിയുള്ളൂ. ഇപ്പോൾ സ്കന്ദപുരാണത്തിലുണ്ടെങ്കിലും ഈ ഘാട്ടോ അല്ലെങ്കിൽ ഈ തീർത്ഥോ എവിടെയാണെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ അതറിയാനുള്ള ഒരു റെഫറൻസ് ബുക്കായിട്ട് എന്തെങ്കിലും ചെയ്യണം. അത് നിയോഗം അനുസരിച്ചിരിക്കും.